وسلام على المرسلين الحمد لله رب العالمين. ഖിറാഅത്ത് ദാൽഹുദ വിദ്യാർത്ഥി ഹാഫിൽ മുബഷിർ വേങ്ങര. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم السلام عليكم. وعليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. محمدك ورسولك النبي الأمي وعلى آله وصحبه وسلم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, ബഹുമാന കുതുബുസ്സമാൻ തങ്ങളുടെ ഹദറത്തിലേക്ക് വന്ന അവിടുത്തെ മുഹിബ്ബീങ്ങളായ സഹോദരങ്ങളെ, കുതുബുസ്സമാൻ തങ്ങളെ ഈ പരിശുദ്ധമായ മഖാമിന്റെ പരിസരത്ത് ഈ പവിത്രമായി കൂടിയതിന് നമ്മിൽ നിന്നും സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആദ്യമായി ദുആ ചെയ്യുന്നു. ഈ മഹത്തായ സ്റ്റേജിലുള്ള നമ്മുടെ നേതാക്കൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കുമൊക്കെ സ്വയം പറയുക എന്ന മഹത്തായ അനുഗ്രഹം. കഴിഞ്ഞ ബുധൻ 10-ാം തീയതി അസ്ർ നിസ്കാരാനന്തരം ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലസാദിന്റെ നേതൃത്വത്തിൽ നടന്ന കൂട്ട സിയാറത്തിന് ശേഷം മമ്പുറം സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിമരത്തിൽ കൊടി ഉയർത്തിയതോടുകൂടി ആരംഭം കുറിച്ച നേർച്ച ഇൻഷാഅല്ലാഹ് നാളത്തെ പരിപാടിയോടുകൂടി സമാപനം കുറിക്കുകയാണ്.
ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളായിരുന്നു നാം തയ്യാറാക്കിയ അടിസ്ഥാനത്തിൽ നാളെ മുഹറം 8 ഇന്ന് മുഹറം 7 കാണുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യാറ്. അപ്പൊ 7 8 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. ഏതായിരുന്നാലും നാളെയാണ് സപ്പന പരിപാടി. പ്രത്യേകമായി ഒരു കാര്യം അറിയിക്കാനുള്ളത്, ഈ സിയാറത്തിന് വരുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പോഴും വന്ന് സിയാറത്ത് ചെയ്ത് പോകുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഈ സദസ്സിനെ പിന്നിലാണ് നമ്മൾ വഴി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ സദസ്സേക്ക് നിൽക്കുന്ന ആളുകൾ, ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് സിയാറത്ത് ചെയ്യാൻ സൗകര്യം അതിന് തടസ്സമുണ്ട്. എന്ത് പരിപാടി നടത്തുമ്പോഴും ഖുതുബ് സമാൻ തങ്ങളുടെ ഹദറത്തിലേക്കുള്ള സിയാറത്തിന് തടസ്സം വരാതെയാണ് നടന്നത്. അതുകൊണ്ട് പ്രത്യേകം അറിയിക്കുകയാണ്, ആളുകൾക്ക് മക്കളെ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. മറ്റൊരു കാര്യം ആദ്യം ഉണർത്തുന്നു, നമ്മുടെ സ്ത്രീകൾ ഈ പരിപാടി കേൾക്കാൻ ഒരുപാട് സഹോദരിമാർ കഴിഞ്ഞ വാദിന്റെ ദിവസം വന്നിട്ടുണ്ട്. നമ്മുടെ കോംപ്ലക്സിന്റെ മുകളിലാണ് സഹോദരിമാർക്ക് പ്രത്യേകം സീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെ മക്കാമിന്റെ ബന്ധപ്പെട്ട അംഗങ്ങളാരും ഒരു ബക്കറ്റ് കിട്ടില്ല. പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരിമാരോട്. ഇതിന്റെ സംഘാടകരാരും തന്നെ ഒരു പിരിവ് സ്ത്രീകളിൽ നിന്ന്, ഈ സദസ്സിൽ നിന്ന് തന്നെ അവിടെ പിരിവൊന്നും എടുക്കാതെ നമ്മൾ പരിപാടി അവസാനിപ്പിക്കലാണ് പൊതുവെ നടന്നു വരുന്നത്. അതുകൊണ്ട് ബക്കറ്റുമായോ ദാലുഹയുടെയോ മക്കാളിയോ പിരിവല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രത്യേകം ബഹുമത്തിൽ നാം ഇന്ന് ഒരുമിച്ച് കൂടിയത് ഏറ്റവും മഹത്തായ ഒരു മജ്ലിസിന് വേണ്ടിയാണ്. നിരവധി പണ്ഡിതന്മാരും സാദാത്തും അണിനിരക്കുന്ന ദിക്ർ ദുആ മജ്ലിസാണ് ഇൻഷാ അല്ലാഹ് അല്പസമയത്തിന് ശേഷം ഇവിടെ നടക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളോടുള്ള മഹബത്തും അവിടത്തോടുള്ള സ്നേഹവുമാണ് നാം ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി വിവിധ ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തി. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് നമ്മുടെ പാലത്തിന്റെ പിന്നതുകൊണ്ട് സൗകര്യം കുറവാണെങ്കിലും ഉള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി, എന്നാലും പരിമിതിയുണ്ട്. പരമാവധി ക്ഷമിച്ചുകൊണ്ട് അവസാനിക്കുന്നത് വരെ സഹകരിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ 177 ആണ്ട് നേർച്ചയാണ് ഇവിടെ നടക്കുന്നത്. 177 വർഷം മുമ്പ് ഇവിടെ ഒരു മഹാൻ നമ്മളാരും കണ്ടിട്ടില്ല, നമ്മളെ ഉപ്പമാർ കണ്ടിട്ടില്ല, മമ്പുറത്തെ തങ്ങളെ കണ്ടവരാരും വിശ്വസിപ്പില്ല. 177 ഇവിടെ കറാമത്തുകൾ മുസ്ലിം ലോകത്തും മറ്റുള്ള ജനങ്ങൾക്കും നേതൃത്വം നൽകി ഒരു മഹാചരിത്രം സൃഷ്ടിച്ച ഒരു മഹാവ്യക്തി ഇവിടെ ജീവിച്ചിട്ടുണ്ടെന്നും അത് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വലിയ മഹാനാണെന്നും നമ്മുടെ പൂർവീകരായ ആളുകൾ പറഞ്ഞു തന്നു. തലമുറകൾ കൈമാറി. മമ്പുറത്തെ തങ്ങൾ എന്ന് കേൾക്കാത്ത സഹോദരങ്ങൾ കേരളത്തിലുണ്ടാകില്ല. അവിധം പ്രശസ്തി ആർജിക്കപ്പെട്ട ഒരു വലിയ ശുദ്ധമായ മഖാമാണ്. ഒരു മഹാൻ വിശ്രമിക്കുന്ന സ്ഥലമാണ്. അള്ളാഹുവിന്റെ ഖുതുബ് വിശ്രമിക്കുന്ന സ്ഥലമാണ് മമ്പുറം. അഥവാ അള്ളാഹുവിന്റെ ഔലിയാക്കൾ പല പദവികളുമാണ് നമുക്കറിയാം. അബ്ദാലുണ്ട്, നുജബ ഉണ്ട്, ഔത്താദുണ്ട്, നുഹബ ഉണ്ട്. എങ്കിൽ അതിൽ നിന്ന് ഏറ്റവും വലിയ പദവിയുള്ള സ്ഥാനമലങ്കരിക്കുന്ന ഒരു മഹാനാണ് ഖുതുബ് സമാൻ എന്നാണ് ഇതൊക്കെ പറയാറ്. ഇതാളി വരുന്നതിനേക്കാൾ ഏറെ നമ്മുടെ എപ്പോഴും വരാറുള്ളത് ഖുതുബ് സമാൻ തങ്ങളെന്നാണ്. ആരും പേര് വെച്ചു കൊടുത്തതല്ല. മുഅ്മിനീങ്ങളുടെ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ അല്ലെങ്കിൽ ഔലിയാക്കളുടെ അല്ലെങ്കിൽ ഉമർ ഖാദിയെ പോത്ത അവിടുത്തെ ശിഷ്യനായിരുന്ന മുരീദായിരുന്ന മഹാന്മാർ അവർ മഅരിഫത്തിന്റെ ഇത് അല്ലാഹുവിന്റെ
അവിടുത്തെ ശിഷ്യനായിരുന്ന ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ ഇത് അല്ലാഹുവിന്റെ കുത്തുബാണെന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താണ് ഖുത്ബുസ്സമാൻ എന്ന ഒരു വലിയ പദവി അലങ്കരിക്കുന്ന മഹാനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. അൽഹംദുലില്ലാഹ്, ആ മഹാനവറുകളോടുണ്ട് അല്ലാഹു തആല ഇരുവീട്ടിലും രക്ഷപ്പെടുത്തുമാറാം. ആ സ്നേഹത്തിന് വേണ്ടി വന്നിട്ടുള്ളത് അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ അന്വർത്ഥമാക്കുന്ന ഒരു സദസ്സാണ്. സ്നേഹിക്കുന്നു, അവരെ കൂടെ നിങ്ങൾക്ക് കൂടാൻ പറ്റുമെന്ന് ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു സമൂഹത്തെ കൗമുനയ്ക്കുന്നുണ്ട്, പക്ഷെ അവരെ പോലെ ആകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അവരെ സ്നേഹിക്കുന്നു, അവരെ പോലെ വലിയ പദവിയൊന്നും നേടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള സൂചിപ്പിച്ചുകൊണ്ടാണ് അബൂദർ അതിന് കൊടുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നത്. നിങ്ങൾ ഒരു മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നു അവരെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാം. നമ്മുടെ അമലുകൾ കുറവാണെങ്കിലും നമ്മൾ മമ്പറത്തെ തങ്ങൾ അതിയായി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഈ വലിയ ജനസാഗരം ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. അവിടത്തോടെല്ലാം മഹബത്ത് കാരണമായി അവരോട് ഒന്നിച്ച് ജന്നാത്തുൽ നഈമിൻ അല്ലാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. അൽ-ബഖറ സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ പറഞ്ഞ ഭാഗത്ത് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന അല്ലാഹുവിനെ അതിയായി സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുന്നു, ഒരാൾ അല്ലാഹുവിനോടുള്ള സ്നേഹം ലഭിക്കണമെങ്കിൽ മഹബ്ബത്തുല്ലാഹി ലാ യഹ്സുറു ഇല്ലാ ബിമഹബ്ബത്തി അഹ്ലില്ലാഹ്. ഇന്ന മഹബ്ബത്തുല്ലാഹി ലാ യഹ്സുറു ഇല്ലാ ബിമഹബ്ബത്തി അഹ്ലില്ലാഹി വസുഹബത്തിഹിം. അല്ലാഹുവിനോട് സ്നേഹം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളെ സ്നേഹിക്കണം, അഹ്ലുള്ളയെ സ്നേഹിക്കണം. അല്ലാഹ് ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ കൂട്ടത്തിൽ ഒരു വലിയ അല്ലാഹു തആല ഇതുപോലെ മഹബ്ബത്ത് കരസ്ഥമാക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മയും ബന്ധപ്പെട്ടവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത് തന്നെ ഒരു കറാമത്താണ്. ഞാൻ എനിക്ക് പറയുന്നില്ല, എന്റെ സ്വാഗതം പറയേണ്ട കർത്തവ്യം, ഞാൻ അതിലേക്ക് കടക്കാൻ പോകും. കറാമത്താണ്. കാരണം മുമ്പ് വഫാത്തായി പോയ ഈ കാണുന്ന ജനങ്ങൾ ആരും പരിചയമുള്ള വലിയ മഹാന്റെ ആ സാന്നിധ്യത്തിലേക്ക് ജനങ്ങൾ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളല്ലാത്ത എത്ര പേരിങ്ങോട്ട് വരുന്നുണ്ട്, അവർക്ക് പ്രത്യേക വഴി തന്നെയാണ്. മുസ്ലിമീങ്ങളല്ലാത്ത അമുസ്ലിം സഹോദര സഹോദരിമാർക്ക് മക്കാമിലേക്ക് വരാൻ പ്രത്യേക വഴി തന്നെ നമ്മൾ ഈ ഡോറിന്റെ അടുത്ത് സംവിധാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലഭിച്ചതിന് പരമതി സഹോദരിമാരുടെ ഹിജാബിൽ വരാനാണ് ഓടെഴുതി വെക്കുകയും നമ്മൾ സലാത്തിന് പോലും അനൗൺസ് ചെയ്യാറുണ്ട്. കാരണം ചില സഹോദരിമാർ നേരത്ത് വന്ന് മഗ്രിബ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സലാത്തിന് വ്യാഴാഴ്ച നടക്കുന്ന സലാത്തിന് സഹോദരിമാരെ മഗ്രിബ് ഖളാക്കി നിങ്ങൾ വരണ്ട എന്ന് ഇവിടെ പലപ്പോഴും നമ്മൾ അനൗൺസ് ചെയ്യാറുണ്ട്. പരമാവധി ശരീഅത്തിന്റെ ചിട്ടയിലും അതിന്റെ ആ മഹത്തായ രീതിയിലുമായിരിക്കണം കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് എന്ന ഒരു വലിയ ആഗ്രഹത്തോടുകൂടി തന്നെയാണ് നിങ്ങൾ ചിത്തുകൊണ്ട് ദാറുൽ അത് ഏറ്റെടുത്തതിന് ശേഷം 17ാമത്തെ ആണ്ട് നേർച്ചയാണത്. 1999 ബഹുമാനപ്പെട്ട ജിഫിരി കുടുംബം ഈ മഖാമിന്റെ ഭരണം അതിന്റെ ഉത്തരവാദിത്വം ദാറുൽ ഏൽപ്പിച്ചത്. 2005 അതിന്റെ ഈ ഭൂമാം നിൽക്കുന്ന ഭൂമിയടക്കം പൂർണ്ണമായും അതിന്റെ ഉടമാവകാശം തന്നെ ജിഫിരി കുടുംബം ബഹുമാനപ്പെട്ട ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി അള്ളാഹു അവിടുത്തെ ഖബർ ജീവിതം സ്വർഗീയമാക്കി കൊടുക്കട്ടെ. അവരെ വന്ന് കണ്ട് മഖാമിന്റെ എല്ലാ കാര്യവും ഭൂമി അടക്കം ദാറുൽ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മനസ്സ് അള്ളാഹു ജിഫിരി കുടുംബത്തിന് നൽകി. ചിന്തിക്കുന്ന ഒരു കറാം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അമ്പറത്തെ തങ്ങളെ ഹളറമോട്ടിലെ തെരീമിൽ നിന്ന് എന്തിനാണ് കോഴിക്കോട് കപ്പലിറങ്ങി ഇവിടെ ഒരു ചെറിയ ഗ്രാമമായ മമ്പുറത്തെത്തിയത്? ഒരുപാട് തറക്കല്ലിടാൻ, ഒരുപാട് ജനങ്ങൾക്ക് നൽകാൻ, അങ്ങനെ ആത്മീയമായി സഹായിക്കാൻ മമ്പുറത്തെ തങ്ങൾ ഇവിടെ വന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. പരസ്യരല്ലേ ഇവിടെ വരുന്നത്? ഒരു ചെറുപ്പക്കാരി ചെറിയ കുട്ടി അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട്. അങ്ങനെ ദഅവത്ത് മാത്രം അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് ലക്ഷ്യമാക്കി വന്ന തങ്ങൾ ബഹുമാനപ്പെട്ട ദാറുൽ തിരിഞ്ഞു നിന്നു ദാറുൽ ആത്മീയമായി നിയന്ത്രിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മക്കാം നോക്കി മക്കാം ദാറുൽ ഖുതുബുസ്സമായുടെ ഏറ്റവും ആത്മീയമായ നമ്മുടെ കോഴിക്കോട് ഖാദി സദസ്സിലേക്ക് വരികയാണ്. വഴിയൊരുക്കാൻ നിങ്ങൾ ഇരിക്കുക അവിടെ. 1999 മുതൽ ദാറുൽ ബഹുമാനപ്പെട്ട മക്കാം ദാറുൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദാറുൽ ചെയ്യുന്ന ദഅവത്തിന്റെ ആ മഹത്തായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. അൽഹംദുലില്ലാഹ്. ദാറുൽ സ്ഥാപകരായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന CH ഹുദ്റൂസ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദും ബാപ്പുട്ടി ഹാജിയും ഒക്കെ ആഗ്രഹിച്ചത് കേരളത്തിന്റെ പുറത്തുള്ള മുസ്ലിമീങ്ങളുടെ ദയനീയമായ അവസ്ഥ വിട്ട് അവർ അള്ളാഹുവിന്റെ ഉദകുന്നീങ്ങളെ ബഹുശാ പണ്ഡിതന്മാരായ ആലിമീങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അൽഹംദുലില്ലാഹ്
ബംഗാളിലും അസാമിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും അങ്ങനെ കേരളത്തിന്റെ പുറത്തുള്ള ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടങ്ങളിലുള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഖുതുബുസ്സമാതങ്ങളാണ്. ഖുതുബുസ്സമാതങ്ങൾ തെരീനിൽ നിന്ന് വന്ന ദഅവത്തിന് വേണ്ടിയാണ്. അവിടുത്തെ കറാമത്തായി നമുക്ക് മനസ്സിലായുള്ളത് ഈ ആഴത്ത് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് മനസ്സമാധാനത്തോടെ നമുക്ക് ഇവിടെ ആര് നേർച്ച ചെയ്താലും ഇവിടെ സംഭാവനകൾ ചെയ്താലും ഒരു പൈസ വെറുതെയാവാതെ അള്ളാഹുവിന്റെ ദീനിന്റെ ഒലൂവിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും അറിയാം ആദത്ത് കലിമ പോലും അറിയാത്ത പാവങ്ങളായ അസാമിലെയും ആന്ധ്രാപ്രദേശിലെയും മഹാരാഷ്ട്രയിലുമൊക്കെയുള്ള പാവങ്ങളായ മുസ്ലിം കുട്ടികൾ, മുസ്ലിം വൃദ്ധയാളികൾ, അവർക്കൊക്കെ ഷഹാദരം എന്താണ്, നോമ്പെന്താണ് സ്ഥാപനങ്ങളുണ്ട്. അവിടെയുള്ള കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന ഏറ്റവും വലിയ ദഅവത്ത് അൽഹംദുലില്ലാഹ് ദാൽഹുദ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എല്ലാ നിലക്കും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് മമ്പുറത്തെ തങ്ങമായ ആ നേതൃത്വം. ഇവിടെ ഇഫ്രിത്തങ്ങൾ ദാൽഹുദത്തോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മഹല്ലത്തിൽ 3ഓളം മദ്രസകളുണ്ട്. ഈ മഹല്ലത്തിലും അല്ലാത്ത സ്ഥലത്തും പള്ളികളുണ്ട്. ദാൽഹുദ ഈ മക്കാമിന്റെ കീഴിൽ ആ പള്ളികൾക്ക് ആവശ്യമായ സാമ്പത്തിക ശമ്പളങ്ങൾ മദ്രസയ്ക്ക് കൊടുക്കുക, അതുപോലെ വിപുലീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് വെക്കാൻ, അതുപോലെ പെൺകുട്ടികളെ കെട്ടിക്കാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മക്കാമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ് ബാക്കി ഉള്ളത് ബഹുമാനപ്പെട്ട ദാൽഹുദ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ദീനി ഉലൂമിന്റെ മാർഗത്തിലാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ സാന്ദർഭികമായി ഉണർത്ത് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഖാദിമീങ്ങളെ കൂട്ടത്തിൽ നമ്മയും വന്നിട്ടവരെയും ഉൾപ്പെടുത്തും. മമ്പറുകളെ സ്നേഹിക്കുന്ന ആ മുഹിബ്ബീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്താറാവട്ടെ. ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്റെ സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള നാളെയാണ് സമാപനം. നാളെ 9 മണി മുതൽ 9:30 മുതൽ അന്നദാനത്തിന്റെ പരിപാടി ആരംഭിക്കും. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഈ ദാൽഹുദക്ക് ഈ മക്കാം ഏൽപ്പിച്ച ജിഫിരി കുടുംബത്തിൽപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫിരി തങ്ങൾ കോഴിക്കോട് അദ്ദേഹത്തിന് ആദ്യത്തെ ഭക്ഷണപ്പൊതി കൈമാറിക്കൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. മണിവരെ 1,00,000-ഓളം വരുന്ന ആളുകൾക്ക് അന്നദാനം ഇൻഷാ അല്ലാഹ് നാളെ നൽകും. ദാൽഹുദയുടെ 1500-ഓളം വരുന്ന മക്കൾ അവിടെ പേക്ക് ചെയ്യാൻ പരിപാടിയിലും ഒരുങ്ങിക്കഴിഞ്ഞു. അവരിന്ന് ഉറങ്ങാതെ സുബഹിന്റെ അടുത്ത സമയത്തൊക്കെ പേക്കിംഗ് ആയിരിക്കും. കാരണം 1,00,000-ഓളം വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായ ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണം അവർ കവർ കൊണ്ടുവരാതെ തന്നെ നമ്മൾ പിന്നെ അതിന് പാക്ക് ചെയ്താണ് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം അവന്റെ പരിപൂർണമായ യുദ്ധത്തിലും കുതുബ് സമാനുടെ ശുദ്ധമായ അല്ലാഹു ആക്കി തറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മറ്റോർമ്മപ്പെടുന്നത് ബസ് സർവീസ് ഉണ്ടായിരിക്കും. ആയതുകൊണ്ട് തലപ്പാറയിൽ നിന്നും കൊളപ്പുറത്തു നിന്നൊക്കെ മമ്പുറത്തേക്ക് പ്രത്യേകമായി ബസ് സർവീസ് നടത്തുന്നുണ്ട്. സൗകര്യപ്രദമായ ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യപ്രദമായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. ഈ മഹത്തായ ദുആ സമ്മേളനത്തിൽ ദ്വാരക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വലിയ വലിയ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അതൊക്കെ ഓരോന്നും ഇവിടെ ലീസ്റ്റ് വായിച്ചില്ലെങ്കിലും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ശാബിതങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട ബാവാട് ഉസ്താദ്, ഹയ്യിദങ്ങൾ, സാദാത്തുമാരും ആലിമീങ്ങളൊക്കെ ഉള്ള സദസ്സാണ്. അവരൊക്കെ വേണ്ടി ദുആ ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നേർച്ച തുടങ്ങിയത് മുതൽ ഇനി നാളെ ഇതിന്റെ അവസാനിക്കുന്നതിൽ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാടുകളുണ്ട്. ഒരു പാലം, ആ പാലത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം വരുമ്പോൾ നടക്കാൻ പോലും കഴിയാത്ത വിധം പ്രയാസപ്പെടുന്നു. അതൊക്കെ ഈ ഒമ്പറത്തുകാരായ ഒരുപാട് നാട്ടുകാർ അവിടെ നിന്ന് നിയന്ത്രിക്കുകയാണ്. അങ്ങനെ നാട്ടുകാരായ ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സഹോദരങ്ങൾ ഈ നേർച്ചയുടെ വിജയത്തിന് വേണ്ടി തുടക്കം മുതൽ നാളെ പരിപാടി അവസാനിക്കുന്നത് വരെ അവർ പരമാവധി സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അതുപോലെ ദാൽഹുദിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അവിടുത്തെ വിദ്യാർത്ഥികൾ, അവിടുത്തെ ഉസ്താദുമാർ, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പിന്നെ ആളുകൾ, അതുപോലെ തന്നെ ഈ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നാളെ മധുര പാനീയങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി വർഷങ്ങളായി വരുന്ന ഒരുപാട് സംഘങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഈ ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരുപാട് ആളുകളുടെ വന്നിട്ടും വളരെ ചർച്ച നടത്താൻ എല്ലാം നിയന്ത്രിക്കുക. ബഹുമാനപ്പെട്ട അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് ആത്മീയമായ നിയന്ത്രണപ്പെട്ട ഖുതുബ് സമാൻ തന്നിതെല്ലാം നോക്കി കാണുന്നുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹുകൾ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ മഹത്തായ ദിക്ർ ദുആ സമ്മേളനത്തിന്റെ ആദ്യത്തെ പരിപാടി ഉദ്ഘാടന സെഷനാണ്. അതിൽ ബഹുമാനപ്പെട്ട ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം കേരള വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ബുദ്ധയുടെ ഒരുപാട് ആചരണ്ടായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അവിടുത്തെ ഉഖ്റവിയായ പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. മഹാനരുടെ പുത്രനാണ് ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ. ബഹുമാനപ്പെട്ടവരാണ് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. മഹാനവറുകൾ ആദരവോടെ
ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ദാൽഹുദയുടെ വൈസ് ചാൻസലറായ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹൌദ്ദീൻ മുഹമ്മദ് നദവി ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് അവറുകളെയും ആദരവോടെ ഈ മഹത്തായ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അഭാവത്തിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ ദിക്ർ ദുആക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദ് അവറുകളാണ്. ഉസ്താദ് എത്തിയിട്ടുണ്ട്, വിശ്രമിക്കുകയാണ്. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അതുപോലെ നമ്മൾ ദുആ നടത്തിയ ബഹുമാനപ്പെട്ട മേൽമുറി നമ്മുടെ തങ്ങളവറുകള് ഫضل തങ്ങൾ അവിടെ ആദ്യമായി നടത്തിയത് ഫضل തങ്ങളാണ്. അള്ളാഹു സാദാത്തുമാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാളി അബ്ദുൽ ഹയ്യ് തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ സാദാത്തുമാർക്കൊക്കെ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ നിന്ന് ഒന്ന് അസാസ് പുറത്തിറക്കുന്ന വിശേഷം സ്പെഷ്യൽ ബുള്ളറ്റിൻ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് റുഷീദ് അലി ശിഹാബ് തങ്ങളാണ്. അത് ഏറ്റുവാങ്ങുന്നത് സലാം സൗണ്ട്സ് പൂക്കിപ്പറമ്പിന്റെ MD കൂടിയായ ബാവ ഹാജിയാണ് ഏറ്റുവാങ്ങുന്നത്. ബാവ ഹാജിയെയും ഈ സദസ്സിലേക്ക്, ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ദാൽഹുദ 26ാം ബാച്ച് പുറത്തിറക്കുന്ന മമ്പുറം തങ്ങൾ കവിതാ സമാഹാരത്തിന്റെ ഒരു പ്രകാശനം നടക്കുന്നു. ചിതരി ശിഹാബ് തങ്ങൾ തന്നെയാണ് പ്രകാശനം ചെയ്യുന്നത്. അത് ഏറ്റുവാങ്ങുന്നത് ദാൽഹുദയുടെ കമ്മിറ്റി അംഗൂടിയായ അംഗുരാണ്. അദ്ദേഹത്തെ ഈ സദസ്സിലെ സ്റ്റേജിലേക്കും ചെയ്യുന്നു. DSU മസാസും സംയുക്തമായി പുറത്തിറക്കുന്ന ഇന്നലെ പ്രസംഗിച്ച അബ്ദുസമദ് പുക്കുട്ടൂർ സാഹിബിന്റെ പ്രഭാഷണം സഹനം, സഹിഷ്ണുത, വിശ്വാസിയുടെ മുഖമുദ്ര എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമായിരുന്നു. അതിന്റെ പ്രകാശനം റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. അത് ഏറ്റുവാങ്ങുന്നത് ദാൽഹുദയുടെ മാനേജിംഗ് കമ്മിറ്റി കൂടിയായ കാളാവ് സയ്യിദ് ഉസ്താദ് അവറുകളാണ്. അതുപോലെ ഈ സദസ്സിൽ ഒന്നാമത്തെ ദിവസം നടന്ന മജ്ലിസ് നൂർ അതിന്റെ CD പ്രകാശനമുണ്ട്. അതും ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ നിർവഹിക്കും. അത് ഏറ്റുവാങ്ങുന്നത് മമ്പുറം ഖത്തീബ് അവറുകളാണ്. അവരെല്ലാവരെയും ഈ മഹത്തായ സ്റ്റേജിലേക്ക്, ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് ദാൽഹുദയുടെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ജമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, അതുപോലെ ട്രഷററായ ബഹുമാനപ്പെട്ട സൈദലവി ഹാജി, സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഷാഫി ഹാജി, അതുപോലെ നമ്മുടെ ദാൽഹുദയുടെ ഉസ്താദുമാരായ KC മുഹമ്മദ് ബാത്തവി ഉസ്താദ്, അതുപോലെ അലി ഉസ്താദ്, അതുപോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ജമലുൽ തങ്ങൾ, അതുപോലെ മറ്റു ഒരുപാട് നേതാക്കൾ നമ്മുടെ സദസ്സിൽ വേദിയിലൊക്കെ ഉണ്ട്. എല്ലാവരെയും പേര് പറഞ്ഞ് സമയം കളയുന്നില്ല. എല്ലാവർക്കും അള്ളാഹു ദീനിന് ഖിദ്മത്തെടുക്കാൻ ദീർഘായുമാറാവട്ടെ. എല്ലാ നേതാക്കൾക്കും ഈ മഹത്തായ ദിക്ർ ദുആ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന എല്ലാവരുമാർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അല്ലാഹു തആല ബഹുമാന ഖുതുബ് സമാൻ തങ്ങളെ കൂടെ ജന്നാത്തിൽ ഒരുമിച്ച് കൂടാൻ സദസ്സ് കാരണം എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടികളെല്ലാം ഓൺലൈനായി ഡയറക്റ്റിലൂടെ കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അല്ലാഹു ജീവിതത്തിൽ എത്തിക്കൊടുക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബഹൌദ്ദീൻ ഉസ്താദ് അവറുകളെ ഈ മഹത്തായ വേദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് വേദമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.